രാത്രി 8 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷവും നമുക്ക് ക്ഷീണമാണോ? ഉറക്കം തീരാത്തൊരു ഫീലാണുള്ളത്. എന്നാൽ അതിൻ്റെ പ്രശ്നം ശരിക്കും ഉറക്കക്കുറവല്ല, അത് നമ്മളുടെ ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. കാരണം സ്ലീപ്പ് ആപ്നിയ എന്താണെന്ന് അറിയുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയോ ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പം സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ഉറങ്ങി കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തിലെ ചില മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ആയി നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ അതുപോലെ ശ്വാസനാളത്തിലെ ചില മസിൽസുകൾ അല്ലെങ്കിൽ ശ്വാസനാളം കോൺട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ആ ഭാഗത്ത് അടവ് വരികയും നമുക്കതുമൂലം ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് ഉറക്കത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി അവെയർ ആവണമെന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ ശ്വാസം ഇല്ലാതെ നിൽക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ബ്രെയിൻ അത് തിരിച്ചറിയുകയും നമ്മളെ ശ്വാസം എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ശ്വാസം വലിക്കും. പക്ഷെ ചില ആളുകൾ ശ്വാസം കിട്ടാതെ ഇങ്ങനെ ഉറക്കത്തിൽ നെട്ടി എണീക്കുകയൊക്കെ ചെയ്യാം. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം, 100ഓളം പ്രാവശ്യമൊക്കെ അങ്ങനെ ഉറക്കത്തിൽ സംഭവിക്കുന്ന ആളുകളുണ്ട്. ഇത് നമ്മുടെ ക്വാളിറ്റി സ്ലീപ്പിനെ കാര്യമായി തന്നെ ബാധിക്കുകയും അത് മാനേജ് ചെയ്യാണ്ടിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് പല പല അസുഖങ്ങളിലേക്കും നയിക്കുകയും ചെയ്യും. അപ്പം സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് കൂർക്കം വലി കൂടുതലായിട്ട് കാണപ്പെടുന്ന ആളുകളാണ്. അപ്പം നിരന്തരമായിട്ടുള്ള കൂർക്കം വലിയുള്ള ആളുകൾ, അവരുടെ കാര്യത്തിലാണ് സ്ലീപ്പ് ആപ്നിയ. ഇത് തിരിച്ചറിയാൻ സാധാരണ ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ കുടുംബത്തിലുള്ളവരെ വൈഫോ പിള്ളേരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആളുറങ്ങുമ്പോൾ കൂർക്കം വലിയായിട്ട് ആ കൂർക്കം വലി നിൽക്കും ചില സമയത്ത്. എന്നിട്ട് പിന്നെ അനക്കമില്ലാതിരിക്കുമ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക് ആൾ ശ്വാസത്തിന് വേണ്ടി വലിക്കുന്നതായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് കൂടുതലായി കാണുന്നത് ശരീരത്തിന് കൂടുതൽ വണ്ണമുള്ളവരിൽ, പിന്നെ പ്രമേഹ രോഗികളിൽ, പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ, പിന്നെ ഷുഗർ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള കഴുത്തിന് ചില ആളുകൾക്ക് കഴുത്ത് ഭാഗത്തിന് മാത്രമായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുതലുള്ള തടിയുള്ള ആളുകളുണ്ട്. പിന്നെ ഈ മൂക്കിലെന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരിലൊക്കെ ഉണ്ട്, ദശവളർച്ചയോ അതുപോലുള്ള കാര്യങ്ങളുള്ളവരിലൊക്കെ ഈ കാര്യങ്ങൾ സംഭവിക്കാം. അപ്പം സ്ലീപ്പ് ആപ്നിയ തിരിച്ചറിയുകയും അത് കണ്ടെത്തുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ബന്ധുക്കളിലോ ഇല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരിലോ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുകയും ചിലപ്പോൾ ഡോക്ടർ അതിൻ്റെ സ്ലീപ്പ് സ്റ്റഡിയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും എടുക്കണം. ഇത് നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമല്ല. നമ്മുടെ ക്വാളിറ്റി, ലൈഫിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കും. കാരണം നമുക്ക് 8 മണിക്കൂറൊക്കെ ഉറങ്ങി പക്ഷേ പകൽ മൊത്തം ക്ഷീണം, ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം. പക്ഷേ ഇത് ഇന്നത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയൂല. അപ്പോൾ ഇത് ആ ഒരു പ്രാധാന്യത്തോടുകൂടി കണ്ട് തന്നെ ഇത്തിരി കൂർക്കം വലി ഉള്ള ആളുകൾക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് സുഖമാക്കാൻ കഴിയും. അതിൽ വെയിറ്റ് കുറയ്ക്കൽ പ്രധാനമാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂർക്കം വലിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം.